പഴയ കട്ടകൾ തന്നെയാണ്. കുറേയൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി കൊളപ്പുറം ഭാഗത്തേക്കൊക്കെ ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഈ ഭാഗത്തുള്ള വാളും ഇതുപോലെ തേച്ച് ക്ലിയർ ആക്കി എടുക്കാനുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം ഒരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളില് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. NH66ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കൂരിയാടാണ്. കൂരിയാട് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ, ലൈക്കും കമന്റൊക്കെ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് കൂരിയാട് പനമ്പുഴ പാലം കടന്നു വരുന്ന ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, നേരത്തെ തന്നെ ഇവിടെ അടച്ചു വെച്ച ഭാഗം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ പൈപ്പുകൾ എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സെന്റർ ഭാഗത്ത് ഇവിടെ കാണാം കുറെ മണ്ണുകളൊക്കെ എടുത്തു മാറ്റാനുണ്ട്. ഇനിയൊക്കെ ക്ലീനിങ് ഒക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു അങ്ങനെ വെച്ചതാണ്. പക്ഷെ ഇനിയും കുറെ വർക്കുകൾ ചെയ്യാനുണ്ട് ഫിനിഷിംഗ് വർക്കിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇവിടെയൊക്കെ കാണാം നമുക്ക് ഈ ക്രാഷ് ബാരിയർ വെച്ച ഭാഗം നോക്കുകയാണെങ്കിൽ ഈ സൈഡിലൊന്നും കറക്റ്റ് ആയിട്ടില്ല. ഒരു സിമെന്റ് ഇങ്ങനെ പിടിപ്പിച്ച പോലെയാണ് കിടക്കുന്നത്. ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് ടാറിങ്. അപ്പൊ നമുക്ക് ഇനി പാലത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം. പാലത്തിന്റെ വർക്കുകള് കഴിഞ്ഞ ഭാഗങ്ങള് നമുക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്, എവിടൊക്കെയാണ് സ്ലാബ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പോയി നോക്കാം. ഇനി മുകളില് അധികം കാണുന്നത് എന്താ പറഞ്ഞാല് ക്രാഷ് ബാരിയറിന്റെ വർക്കുകളാണ്. അധികം വൈകുമെന്ന് തോന്നുന്നില്ല, വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഭാഗത്തൊക്കെ ഇങ്ങനെ പുതുതായിട്ട് വീണ്ടും ഓളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൈപ്പുകൾ കൊടുത്തിട്ട് ആ ഭാഗത്ത് കാണുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോവാനുള്ളതൊക്കെ നേരത്തെ തന്നെ ഇവിടെ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പുറത്ത് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാലം. പാലത്തിന്റെ വർക്കുകൾ കഴിഞ്ഞ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗി. ഈ പണി ഇവർക്ക് നേരത്തെ തന്നെ എടുത്താല് കൂരിയാട് അധികം കാത്തിരിക്കാതെ തന്നെ വാഹനം ഓടിയിരുന്ന്. കുറെ ആളുകൾ പറഞ്ഞു ഇവിടെ പാലം നിർബന്ധമായിട്ടും പാലം വേണമെന്ന്. കമ്പനിയും മറ്റ് ആളുകളൊക്കെ വാക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്തത്. അതുകൊണ്ടുള്ള ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂരിയാട് പാലം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇനി വർക്ക് തീരും. നമുക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ജോയിന്റിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ജോയിങ്ങിന്റെ വർക്കുകളാണ് ഇനി വരാനുള്ളത്. ഇവിടെ കാണാം സ്ലാബിന്റെ വർക്കുകൾ, മുകളിൽ സ്ലാബൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ കിടക്കുന്ന ഭാഗങ്ങള്. ഇനി രണ്ട് എൻഡ് വശങ്ങളിൽ വരുന്ന ഭാഗത്താണ് വർക്കുകൾ നടക്കാനുള്ളത്. ഇരുമ്പ് ഗർഡറിന്റെ വർക്കുകൾ കഴിഞ്ഞ് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ കാണാം നമുക്ക് ഒരു ഭാഗം, കുറെ ഭാഗം ഇങ്ങനെ ഒരു ബോക്സ് പോലെ, നമ്മളിതൊക്കെ കാണിച്ചിരുന്ന ബോക്സ് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇനി മണ്ണ് നിറക്കാണ്. ഇതാണ് പഴയ പാലത്തിന്റെ ഈ അണ്ടർപാസിന്റെ ഭാഗത്ത് വരുന്ന ഒരു കോൺക്രീറ്റ് വാളാണിത്. കോൺക്രീറ്റ് വാളിന്റെ ഈ ഭാഗത്തും അവിടെ ഒരു പുതിയ കോൺക്രീറ്റ് വാൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇനി മണ്ണ് നിറക്കായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് പാലത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബിങ്ങിന്റെ വർക്കുകൾ, ഇനി ജോയിന്റിങ് വർക്കുകൾ ഇവിടെ കാണാം. അതുപോലെ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നൊന്നും ഇങ്ങോട്ട് മുകളിലേക്ക് വന്നിട്ടില്ലായിരുന്നു, താഴ്ഭാഗത്തായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം, നമുക്ക് കുളപ്പുറം ഭാഗം വരേക്കാം. അപ്പോൾ അവിടെ ആ സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊരു ഹൈറ്റ് ഇങ്ങനെ കൂടി പൊങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇവിടുന്ന് കാണുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരു ഇറക്കം ഉണ്ടാവും, ചെറിയൊരു ഇറക്കം പോലെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് കാണുന്ന ഒരു തോടുണ്ടല്ലോ, ആ തോടിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു ഇറക്കം പോലെയാണ് വരുന്നത് പാലം. ഇതാണ് ഈ സൈഡിലുള്ള റോഡിൻ്റെ ഭാഗം. ഇവിടെയൊക്കെ കുറേ കോൺക്രീറ്റുകൾ വീണ് കിടക്കുന്നുണ്ട്. പഴയ കോൺക്രീറ്റും ഉണ്ട്, പുതിയ കോൺക്രീറ്റും ഉണ്ട്. വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാഹനങ്ങൾ വരുന്ന സമയത്ത് അതിന് ബാക്കി വരുന്നതൊക്കെ ഇവിടെ വീണതാണ്. ഇതൊക്കെ ഇനി എടുത്തു മാറ്റി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ക്രാഷ് ബാരിയറിന് പെയിന്റ് ഒക്കെ ചെയ്തൊരു ഭാഗം. അത്രയും ഭാഗം ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കൂരിയാടിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച. ഇങ്ങോട്ട് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് പിടിക്കുകയാണെങ്കിൽ ഇവിടെ സെൻറ്ററിൽ ഒരു
ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ പുതുതായിട്ട് ചെയ്തിട്ട് കാണാം. അതിന് പെയിന്റ് വരെ ചെയ്തിട്ടുണ്ട്, മഞ്ഞയും കറുപ്പും. നേരത്തെ ഈ ഭാഗത്ത് കുറേ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റോഡ് നവീകരിക്കുന്ന ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ കുറേ തട്ടുകടകൾ ഇതാ വരുന്നത്. ഇങ്ങനെ കൂരിയാട് ഒരു വലിയ മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. ആ മാർക്കറ്റൊക്കെ പൊളിച്ചു പോയിന്ന്. വീണ്ടും ഇതാ മാർക്കറ്റ് വരുന്നത്. സർവീസ് റോഡ് വാഹനങ്ങൾ പോകുന്നത് കാണാം നമുക്ക്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണിത്. അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേഗം അങ്ങോട്ട് പോയി നോക്കാം. മുൻവശത്ത് താഴ്വശത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. താഴ്വശത്തേക്ക് വന്നിട്ടുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക്. ഇവിടൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഇനി ഷട്ടറുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ആ ഭാഗത്തൊക്കെ ഷട്ടറുകൾ എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് അവിടെ ഒരു ജോയിന്റിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കോൺക്രീറ്റ് വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിന്റെ താഴ്വശത്ത് വരുന്ന ഭാഗത്താണ് ഷട്ടറുകൾ എടുത്ത് മാറ്റാനുള്ളത്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാൻ ഓരോ കമ്പികളൊക്കെ കാണുന്നില്ലേ, അതൊക്കെ എടുത്ത് മാറ്റാനുള്ള. ഇവിടെയും കുറച്ച് ഭാഗത്തൊക്കെ ഷട്ടറുകൾ എടുത്ത് മാറ്റാനുണ്ട്. ഈ ജോയിന്റിങ്ങിന് ഷട്ടറുകൾ ഇങ്ങനെ സെൻട്രലുള്ള അത് എടുത്ത് മാറ്റാനുണ്ട്. ഇവിടെ വലിയൊരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് വർക്കേഴ്സിന് കയറി പോവാന്. താഴ്വശത്തു നിന്നുള്ള ഒരു കാഴ്ച എങ്ങനെയാണ്, അടിപൊളിയായിട്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വളവൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് കുറച്ചൊരു ഹൈറ്റ് ഇങ്ങനെ പോലെ കാണുന്നത് മുകളിൽ നിന്ന്. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ഷട്ടറുകൾ എടുത്തു വെച്ച ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ വരുന്നുണ്ട്. കൂരിയാട് ബസ് സ്റ്റോപ്പ് അണ്ടർപാസിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആരും അണ്ടർപാസിന്റെ മുൻവശത്താണ് അധികം ആളുകളും പോയിട്ട് നിൽക്കാറുള്ളത്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുന്ന ഭാഗത്ത്, അങ്ങനെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ നിർത്തി കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് എല്ലാ ഭാഗത്തും അണ്ടർപാസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് കൂരിയാട് വന്നിട്ടുള്ള ബസ് സ്റ്റോപ്പ്. ഇത് അങ്ങോട്ടുള്ള വേറെ കുറ്റൂര് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു റോഡുണ്ട് ഈ ഭാഗത്ത്. അപ്പൊ ഈ സൈഡിൽ വരുന്ന ഭാഗത്തുള്ള എല്ലാവിധ ഷീറ്റുകളും ഇനി എടുത്തു മാറ്റാനുണ്ട്. ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വാഹനങ്ങൾ വന്ന് നിർത്തി ആളുകളൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ, പാർക്കിങ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ ക്രെയിനുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തൊക്കെയോ വർക്കുകൾ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ താഴ്വശത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ ഷീറ്റുകൾ. ആ ഷീറ്റുകൾ ഇങ്ങനെ കാണാം. ഇനി ഇതിന്റെ ഫിനിഷിങ് വർക്കുകൾ നടക്കുമ്പോഴായിരിക്കും ആ ഭാഗത്തുള്ള സിമെന്റ് പൊങ്ങി നിൽക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവിടെ കുറെ കമ്പികളൊക്കെ ഉണ്ട്, പൊങ്ങി നിൽക്കുന്ന കമ്പികൾ. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി അങ്ങനത്തെ ഒക്കെയാണ് വരാനുള്ളത്. തൂണ് കുട്ടിയിട്ട് പെയിന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്ക് അധികം നാള് കാത്തിരിക്കേണ്ടി വരും തോന്നില്ല. ഈ രണ്ട് സൈഡിലുള്ള ജോയിന്റിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ടാറിങ് ചെയ്യും. ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേഗത്തിൽ തുറന്നു കൊടുക്കും എന്നാണ് തോന്നുന്നത്. അതാണ് അങ്ങനെ അങ്ങനെ റൗണ്ട് അടിച്ച് കാണിക്കാൻ ഞാൻ നമ്മുടെ കൂരിയാട്. അപ്പോൾ കുറച്ചുകൂടെ സെൻട്രൽ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഭാഗത്താണ് ഇനി കോൺക്രീറ്റ് സ്ലാബ് നടക്കാനുള്ള ഭാഗം. ഇവിടെയൊക്കെ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻവശത്തെ രണ്ട് ഭാഗത്ത് കോൺക്രീറ്റ് ഗർഡർ വരുന്ന ഭാഗത്തും ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് ഗർഡറിൻ്റെ ഭാഗത്തും ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. അതിന് മുന്നേ ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനുണ്ട്. ഇവിടെ നമുക്ക് കാണാം വെള്ളമൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ഓളുകൾ ഇട്ടിട്ടുണ്ട്. അതിനി പൈപ്പുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടുവരും. ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം ഒരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരു വലിയ കുഴി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. ഇവിടെ വർക്കിന്റെ ആയിട്ടുള്ള കൊടുക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇറ്റാച്ചി വാഹനങ്ങളൊക്കെ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. ഇതിന്റെ താഴ്വശത്ത് ഒരു ഗ്രൗണ്ട് പോലെയാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് പറയാ. ഒരു ക്രെയിൻ ഉണ്ട്. എന്തെന്ന് പറഞ്ഞാല്
നമ്മുടെ പാലങ്ങൾ വരുന്ന ഭാഗത്തൊക്കെ പാലങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വർക്ക് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ ടാറിങ് ചെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് പാലത്തിന്റെ മുകളിൽ കോൺക്രീറ്റിന്റെ മുകളിൽ ടാറിങ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇപ്പൊ ഡ്രെയിനേജ് വരുന്ന ഭാഗത്തൊക്കെ ഇവര് ടാറിങ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അറിയാം, അതിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ കോൺക്രീറ്റ് സ്ലാബ് ചെയ്ത ഭാഗങ്ങൾ ചാടി ചാടിയാണ്, ഇങ്ങനെ പൊങ്ങി പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ചാടി ചാടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇത് ഒരുമിച്ച് സർവീസ് റോഡിന്റെ ഭാഗത്ത് മുഴുവനായിട്ടും കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ടാറിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഇവിടെ കൊടുക്കുക ആ റോഡിന്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സർവീസ് റോഡില് പകുതി ഭാഗത്താണ് ടാർ ചെയ്തിട്ടുള്ളത്, പകുതി ഭാഗത്ത് കോൺക്രീറ്റിന്റെ സ്ലാബാണ്. അത് ഒരുമിച്ച് ടാർ ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. വാഹനങ്ങൾ ഒരു സൈഡിലൂടെ പോവില്ല. ഇത് ഒരു സൈഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾ, മറ്റത് സ്ലാബ് പോലെ ആളുകൾ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സർവീസ് റോഡിന്റെ ഒരു സൈഡിലൂടെയാണ് അധികം ആളുകളും വാഹനങ്ങൾ ഓടിക്കുക. അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ പൊന്നാനി വരുന്ന പാലമുണ്ട്, ഈ പാലത്തിന്റെ മുകളിൽ ടാർ ചെയ്തിട്ടില്ല. എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പുതിയ ഇരുമ്പ് ഗർഡർ വെച്ച പാലത്തിന്റെ മുകളിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ടാറിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുറ്റിപ്പുറം ഭാഗത്ത്, അതുപോലെ വേറെ ഭാഗങ്ങളിലൊക്കെ പാലങ്ങൾ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിൽ ടാറിങ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പൊ പല രീതിയിലും അവര് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതാണ് മുൻവശത്ത് ഗർഡർ, ലാസ്റ്റ് ഭാഗത്തെ ഗർഡറിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഷീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്, കാണാം നമുക്ക്. ഇവിടെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഷീറ്റ് ചെയ്യാനുണ്ട്. അവിടെയാണ് ഇനി പോയി നോക്കാം. വാഹനങ്ങൾ വേഗതയ്ക്ക് ഒന്നും ഒരു കുറവുമില്ല. സർവീസ് റോഡാണെങ്കിലും വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇരുമ്പ് ഗർഡർ വെച്ച ഭാഗത്തൊക്കെ ഷീറ്റ് വർക്ക് തുടങ്ങി കഴിഞ്ഞു. ഇതാ ഷീറ്റ് വർക്കുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇതാ ഇവിടെയൊക്കെ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടി കാണാം. അങ്ങോട്ടുള്ള ഭാഗത്ത് ഷീറ്റ് വിരിച്ചോ? ആ ഭാഗത്ത് പകുതി ആയിട്ടുള്ളൂ. ആ ഭാഗത്തൊക്കെ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഇനി വരുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. കൂടുതൽ അങ്ങോട്ട് പോകാൻ പേടിയാ, ചിലപ്പോൾ പണി കിട്ടും. എന്തെങ്കിലും ഒന്ന് താഴെ വീണാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഭാഗമൊക്കെ നമ്മള് സിമെന്റ് കൊണ്ട് തേച്ച് വൃത്തിയാക്കി എടുക്കുന്ന തോന്നുന്നത്. കറക്റ്റ് ഭാഗങ്ങൾ കമ്പികളൊക്കെ ഇവര് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം സിമെന്റ് തേച്ച് ഒരു മതിൽ പോലെ ആക്കാനാണ് സാധ്യത. അങ്ങനെയാണ് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ആ തോടിന്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ഇരുമ്പ് ഗർഡറും കാണാൻ ഇവിടുന്ന്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോ കാണാം നമുക്ക് കട്ട വെച്ച് ഉള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻവശത്ത്. ഈ ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്ത് അതിനു വേണ്ടിയായിരുന്നു. ഇവിടെ പൈലിങ് എന്തിനാണ് തുടങ്ങിയത്? ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ JCB ഈ ഇറ്റാച്ചി മണ്ണെടുക്കുന്ന ഭാഗത്ത് പൈലിങ് നേരത്തെ ചെയ്തിരുന്നേ. അതോ അവര് പ്ലാന് മാറ്റിയോ എന്നറിയില്ല. ഇപ്പം ഇവിടെ ഇതാ കട്ട വെച്ചുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പഴയ കട്ടകൾ തന്നെയാണ്. കുറേയൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിന്ന് കുളപ്പുറം ഭാഗത്തേക്കൊക്കെ. അവിടെ നിന്നുള്ള പഴയ കട്ടകൾ തന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് ഗ്രൗണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേശ്ശെ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വേഗത്തില്. അപ്പൊ ഇനി ഈ ഭാഗത്തായിരിക്കും ജോയിന്റിങ് വരാനുണ്ടാവുക. ഇവിടെ ഉള്ള ഭാഗം ഉയർത്തിയതിന് ശേഷം ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കോൺക്രീറ്റ് ചെയ്ത് ജോയിന്റിങ് ചെയ്യുക. ഇവിടെ കുറച്ച് മണ്ണൊക്കെ കാണുന്നുണ്ട്, എന്താ നോക്കാം. ഇതാണ് ഈ ഭാഗത്ത് തോടിന്റെ നേരെ വരുന്ന ഭാഗത്ത്, വെള്ളം ഒഴുകി വരുന്ന ഭാഗത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് വെള്ളം കുത്തി ഒഴുകി പോയിട്ട് മണ്ണ് പോയി കഴിഞ്ഞാൽ പാലത്തിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ കരിങ്കല്ല് പതിച്ചിങ്ങനെ നല്ല ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ഇതാ ഈ ഭാഗത്തും ഇങ്ങനെ മണ്ണ് നിറക്കുന്നുണ്ട്. ഒരു കുറച്ച് ഭാഗം ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇവിടെ ഒരു ചെറിയൊരു ടണലുണ്ട്. അതിന് ഭാഗത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് പാടത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നത്. കറക്റ്റായിട്ട് ഈ ടണലിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ
നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഭാഗത്തൂടെ വാഹനങ്ങൾക്ക് പോകാനൊരു മടിയാണ്. കാരണം നമുക്ക് ടാർ ചെയ്ത ഭാഗത്തൂടെയാണ് അധിക വാഹനങ്ങൾ പോകുന്നത്. സ്ലാബിന്റെ മുകളിലൂടെ ഒറ്റ വാഹനങ്ങൾ വരുന്നില്ല. 2 ലൈനായിട്ടുള്ള റോഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ ആരും ഇതിന്റെ മുകളിലൂടെ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ട്രാക്ക് വരച്ചതാണെങ്കിലും നമുക്ക് കാണാം, ട്രാക്ക് വരച്ചത് സെൻട്രൽ കൊടുത്തിട്ടുണ്ടെങ്കിലും 2 സൈഡിൽ പോകേണ്ട വാഹനങ്ങൾ ഒരു സൈഡിലൂടെ പോവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് മുകളിൽ ടാർ ചെയ്ത് ഒരേപോലെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ വാഹനങ്ങൾ ഇതിന്റെ മുകളിലൂടെ പോകുമായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിന്റെ മുകളിൽ ടാർ ചെയ്താൽ പിടിക്കില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ പാലങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഇവർ ടാർ ചെയ്യുന്നുണ്ട്. എന്തോന്നറിയില്ല, ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു വർക്ക് ഇങ്ങനെ വേറെ ഭാഗങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ പുതിയ ഹൈവേയിൽ കുറെ ഭാഗങ്ങളിൽ ഇപ്പോൾ കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ഇരുമ്പ് ഗർഡറിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മണ്ണ് നിറച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക്, ഇങ്ങനെ കട്ട വെച്ച് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക്. അപ്പൊ അധികം വൈകൊന്നും തോന്നുന്നില്ല. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വർക്കുകൾ കംപ്ലീറ്റ് ആക്കാം. കട്ട വെച്ചുള്ള വർക്ക് വളരെ കുറഞ്ഞ ഭാഗത്തുള്ളൂ. ഇതിന് മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഇനി കുറഞ്ഞ ഭാഗങ്ങളിലാണ് ചെയ്യാനുള്ളത്. ആ പച്ച കമ്പി കാണുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞൊരു ഭാഗമാണ്. അപ്പൊ ഇനി വളരെ കുറഞ്ഞ സ്പോട്ടിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അവിടെ നിങ്ങളുടെ ഒരു 2 ഗർഡർ വരുന്ന സിമെന്റ് ഗർഡർ വരുന്ന ഭാഗത്തും ഇവിടെ ഈ ഇരുമ്പ് ഗർഡർ വരുന്ന ഭാഗത്തുമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അധികം വൈകൊന്നും തോന്നുന്നില്ല. ഇതാണ് ഈ തോടിന്റെ ഭാഗത്ത്. ഈ സൈഡിൽ ഇവർ ഇങ്ങനെ കോൺക്രീറ്റോ കല്ല് പാകുന്ന വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ സൈഡിലും വർക്ക് വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിയാടിൽ നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തരിക. എന്നാൽ മാത്രമാണ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോടൊക്കെ ചെറിയൊരു സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നുണ്ട്. കുറഞ്ഞ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.